സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധിക ചന്ദ്രശേഖരനും വരുണും സൂര്യയൊക്കെ പറഞ്ഞതനുസരിച്ച് യശോദ വിളിച്ചപ്പോൾ പ്രിയങ്ക സിനിമയിൽ അഭിനയിക്കാനായിട്ട് ആരോടും പറയാതെ പോയതാണെന്ന് പറയുവാണ് കേട്ടോ. അത് കേട്ടിട്ട് യശോദക്കാണെങ്കിൽ പ്രിയങ്കയുടെ ആകെ ദേഷ്യം തോന്നുവാണ്. ഈ സമയം രാധികയാണെങ്കിൽ വരുണിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുവാണ് കേട്ടോ. പിന്നീട് അവർ പോലീസിനോട് തങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ പറഞ്ഞ് പ്രിയങ്കയുടെ ബോഡി ഏറ്റുവാങ്ങുവാണ്. ഇതേസമയം ഹോസ്പിറ്റലിൽ ദേവനാരായണനാണെങ്കിൽ യശോദയോട് പ്രിയങ്കയുടെ രാധികയുടെയും കാര്യം ചോദിക്കുന്നുണ്ട്. രാധിക മോൾ എവിടെ? പ്രിയങ്കയും കൂട്ടി എൻ്റെ മുമ്പിൽ ഉടനെ എത്തുമെന്ന് പറഞ്ഞിട്ടാണല്ലോ രാധിക മോൾ പോയത്. എന്നിട്ട് അവളെവിടെ? പ്രിയമോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ദേവൻ്റെ ആ ചോദ്യങ്ങൾക്ക് മുമ്പിൽ എന്ത് മറുപടി കൊടുക്കണം എന്നറിയാതെ ടെൻഷനോട് കൂടി നിൽക്കുമായിരിക്കും യശോദ. ഈ സമയം മുത്തശ്ശി പറയണേ, അച്ഛൻ്റെ രോഗമൊക്കെ പൂർണ്ണമായും ഭേദമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ പോയി വഴിപാട് കഴിച്ചോളാന്ന് അവൾ നേർച്ച പറഞ്ഞിരുന്നു. അത് കാരണം അത് പൂർത്തിയാക്കാനായിട്ട് അവൾ പോയിരിക്കുവാണ്. അത് കേൾക്കുമ്പോൾ ദേവന് സന്തോഷം തോന്നുവാണ്. ഇപ്പോഴാണ് എനിക്കൊരാശ്വാസമായത്. അവൾ എന്നോട് പിണക്കമായിരിക്കുമോ എന്നുള്ളൊരു വിഷമം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ അവൾക്ക് അച്ഛനോട് ദേഷ്യമില്ലല്ലോ, അത്രയും സമാധാനം. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കേൻ്റെ മൃതദേഹം കത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. അങ്ങനെ വിറകൊക്കെ കൂട്ടി അതിൻ്റെ മുകളിലേക്ക് പ്രിയങ്കൻ്റെ ആ ബോഡി വെക്കുവാണ് കേട്ടോ. ഈ സമയം വരുണും രാധികയും സൂര്യയും ചന്ദ്രശേഖരനും ഒക്കെ അവിടെ ഉണ്ടാകും. അന്നേരം രാധികയോട് തന്നെ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറയുവാണ്. ഈ സമയം രാധികയാണെങ്കിൽ ആകെ കറങ്ങി തളർന്നിരിക്കുവാണ്. പ്രിയങ്കേൻ്റെ ബോഡി കത്തിക്കാനായിട്ടൊക്കെ തുടങ്ങുമ്പോൾ രാധിക അങ്ങോട്ട് ഓടിപ്പോകാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അന്നേരം ഒരു രാധികയെ തടഞ്ഞു വെച്ച് മുറുകെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുവാണ് കേട്ടോ. ഈ സമയം ചന്ദ്രശേഖരനാണെങ്കിൽ അവരാരും കാണാതെ മറഞ്ഞു നിന്ന് ഫോണിൽ അവർ മൂന്നുപേരും കൂടി പ്രിയങ്കയെ കത്തിക്കാൻ നിൽക്കുന്നതും അങ്ങനെയുള്ള ദൃശ്യങ്ങളൊക്കെ ഫോണിൽ വീഡിയോ എടുക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് രാധിക തന്നെ ചെയ്തൊക്കെ തീ കൊളുത്തുവാണ്. പ്രിയങ്കേൻ്റെ ബോഡി കത്തിത്തീരുന്നത് കണ്ട് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുവാണ് രാധികയും വരുണും. അപ്പോൾ അതൊക്കെയാണ് ലേറ്റസ്റ്റ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.